ഇടുക്കിയിൽ അനധികൃത ഖനനം വ്യാപകമെന്ന് ജിയോളജി വകുപ്പ്. റോഡ്, കുളം നിർമ്മാണങ്ങളുടെ മറവിൽ പാറ പൊട്ടിച്ചു കടത്തിയെന്ന് ജിയോളജി വകുപ്പ് വിവരാവകാശത്തിന് നൽകിയ മറുപടിയിൽ പറയുന്നു. ഏറ്റവും കൂടുതൽ നിയമലംഘനം ഇടുക്കി താലൂക്കിലാണ്. കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചാൽ ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് നൽകിയ മറുപടിയിൽ പറയുന്നു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, ഇടുക്കി ജില്ലയിൽ അനധികൃത ഖനനം അത് എത്രത്തോളം വ്യാപകമെന്നാണ് ജിയോളജി വകുപ്പിന്റെ മറുപടിയിലുള്ളത്? ദിവ്യ, നിർമ്മാണ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നിരവധി സങ്കീർണമായ ഭൂപ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. എന്നിട്ടും ഇടുക്കിയിൽ വ്യാപകമായി ഇത്തരത്തിൽ അനധികൃത മണ്ണെടുപ്പും പാറപൊട്ടിക്കലും നടക്കുന്നു എന്നുള്ള വാർത്ത നേരത്തെയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പും ജിയോളജി വകുപ്പും പരിശോധന നടത്തിയിട്ടുമുള്ളതാണ്. പക്ഷേ നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു വാക്കിൽ മാത്രം ഇതുവരെ നിൽക്കുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 2022 മുതൽ ഈ പറയുന്ന കാലയളവ് വരെ ഏതാണ്ട് വ്യാപകമായ രീതിയിൽ വിവിധ താലൂക്കുകളിൽ അനധികൃത ഖനനവും പാറപൊട്ടിക്കലും മണ്ണെടുപ്പും എല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖയിൽ വ്യക്തമായി പറയുന്നത്. ഇടുക്കി, പീരുമേട്, ഉടുമ്പൻചോല താലൂക്കുകളിലാണ് ഏറ്റവും പ്രധാനമായും ഈ ഖനനം നടന്നിരിക്കുന്നത്. കാർഷിക ആവശ്യത്തിന് കുളം നിർമ്മിക്കാൻ എന്ന പേരിലാണ് അനുമതി വാങ്ങുക. അതും ഒരാൾക്ക് പേരിൽ അനുമതി വാങ്ങി പല ഇടങ്ങളിൽ പാറ പൊട്ടിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് 27 റിപ്പോർട്ടുകളാണ് ജില്ലാ കളക്ടർക്ക് ജിയോളജി വകുപ്പ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പ്രധാനമായും സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് വരെ പാറ പൊട്ടിച്ച് കടത്തിയിട്ടുണ്ട്. ഈ സ്ഥലം ഏതാണ്, പാറ പൊട്ടിച്ച് കടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ക്വാറികൾ പ്രവർത്തിക്കുന്ന സ്ഥലം, അതിൻ്റെ ഇപ്പോഴത്തെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള മറുപടി ഇക്കാര്യത്തിൽ ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് അനുമതി നൽകിയിരിക്കുന്നവരുടെ പേര് വിവരങ്ങൾ എത്ര പേരുണ്ട് എന്നുള്ളത് ചോദിച്ചപ്പോഴും അതിനും വ്യക്തമായ മറുപടി പറയുന്നില്ല. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല, പുറത്തുവിട്ടാൽ അത് ഓഫീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നുള്ള ഒരു മറുപടി മാത്രമാണ് ജിയോളജി വകുപ്പ് നൽകുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിനും മകനും മരുമകനുമെതിരെ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടന്നിരിക്കുന്നത്. വ്യാപകമായിട്ടുള്ള പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഈ കുളം നിർമ്മിക്കാൻ, അത് ഇടുക്കി ജില്ല ഒരു കാർഷിക മേഖലയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നല്ല വേനലായിരുന്നു. വേനൽക്കാലത്ത് ഏലകൃഷിയൊക്കെ വ്യാപകമായി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുളം നിർമ്മിക്കാൻ എന്നുള്ള പേരിലാണ് ഇത്തരത്തിൽ ഈ അനുമതി വാങ്ങുക. അതിനുശേഷം വ്യാപകമായി പാറയും ഇതും പൊട്ടിച്ച് കടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രദേശത്ത് നിർമ്മിക്കുന്ന റോഡുകളുടെ പേരിലും ഇത്തരത്തിൽ മറവിലും ഇത്തരത്തിൽ വ്യാപകമായ പാറ ഖനനവും മണ്ണെടുപ്പും നടക്കുന്നതായും പരാതി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ മുഴുവൻ ഖനന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 സബ് കളക്ടർമാർക്ക് അന്വേഷണ ചുമതലയും നൽകിയിട്ടുണ്ട്.